നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ കണ്ണാമഴമുകിലൊളിവന്ന. നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ കണ്ണാമഴമുകിലൊളിവന്ന. ഉറങ്ങിയുണരും ഗോപതപസ്സിനെ യദുകുലമാക്കി നീ. ഉറങ്ങിയുണരും ഗോപതപസ്സിനെ യദുകുലമാക്കി നീ. യമുനയിലൊഴുകും എന്റെ മനസ്സിനെ സരിഗമയാക്കി നീ. കണ്ണ സ്വരസുധയാക്കി നീ. നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ കണ്ണാമഴമുകിലൊളിവന്ന. വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. എന്താണ് ഒരു ഭക്തിഗാനൊക്കെ പാടി തുടങ്ങുന്നത് പക്ഷേ പ്രേക്ഷകർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ അതിന് എന്താണ് കാരണം? നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. തൃക്കാക്കരയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെയാണ്. അപ്പൊ അവിടെ നിന്നപ്പോ നമുക്ക് പ്രജിന് പെട്ടെന്ന് ഈ പാട്ട് ഓർമ്മ വന്നു. പ്രജിന് ഈ പാട്ട് പാടിയപ്പോ എനിക്കാണെങ്കിൽ എന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. എന്റെ വീട്ടില് ക്ഷേത്രത്തിന്റെ അടുത്താണ് വീട്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ കേട്ടിരുന്ന പാട്ടാണ് മയിൽപ്പീലി എന്ന് പറയുന്ന പഴയ ഒരു ഭക്തിഗാന ആൽബം. മനോഹരമായ പാട്ടാണ് അല്ലെ. ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ആ പാട്ട്. നമ്മളെല്ലാം ഒരുപാട് തവണ കേട്ട പാട്ടാണ്. നന്നായി പാടി. താങ്ക് യു. അപ്പം ഈ ക്ഷേത്രത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ. വാമനമൂർത്തി ക്ഷേത്രമാണ് തൃക്കാക്കരയിലെ. ഒരുപാട് പ്രസിദ്ധമായ ക്ഷേത്രമാണ്. നല്ല ചരിത്രമുള്ള പാരമ്പര്യമുള്ള ക്ഷേത്രമാണ്. അത് വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം ചില വാമനമൂർത്തി ക്ഷേത്രങ്ങളേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഒപ്പം മഹാദേവനുമുണ്ട്. അപ്പൊ അങ്ങനെ 2 ക്ഷേത്രങ്ങളാണ് ഈ 10 ഏക്കർ സ്ഥലത്ത് ഉള്ളത്. ചരിത്രപരമായിട്ട് കുലശേഖര പെരുമാള് അദ്ദേഹത്തിന്റെ സാമന്ത രാജാക്കന്മാരുടെ ഒരു യോഗം അത് നടത്തിയിരുന്ന ഒരു സ്ഥലമാണിത്. ഒരുപാട് നാട്ടുരാജാക്കന്മാരും ഒക്കെ വന്നിരുന്ന ഒരു സ്ഥലം. അപ്പൊ അങ്ങനെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകത. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന ഈ സഞ്ചാരികൾ, സമുദ്ര സഞ്ചാരികളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് പാരമ്പര്യം പേറുന്ന ഒരു ക്ഷേത്ര പരിസരം. ഓണമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം. അപ്പൊ അത് പ്രേക്ഷകർക്ക് അറിയാം. നമ്മൾ ആ സമയത്ത് വന്നിട്ട് നൽകാറുണ്ട് റിപ്പോർട്ടുകൾ. അപ്പോ ഇന്നത്തെ ദിവസം പറഞ്ഞിട്ട് തുടങ്ങാം. ഇന്ന് മാർച്ച് 17-ാം തീയതിയാണ്. മീനമാസം 3-ാം തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഒരു നല്ല ദിവസമാകട്ടെ. എല്ലാവരും ഇന്നലത്തെ അവധിക്ക് ശേഷം നല്ല ഉണർവോടെ. ഇന്നലെ ഒരു ചെറിയ മഴയൊക്കെ ഇവിടെ കാക്കനാട് ഭാഗത്തൊക്കെ പെയ്തിരുന്നു. നിങ്ങളുടെ പ്രദേശങ്ങളിൽ മഴയുണ്ടായിരുന്നോ അറിയിക്കുക. ഒരു മടിയുമില്ലാതെ ഇന്നത്തെ ദിവസം നല്ല ഊർജ്ജസ്വലമായിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളോടെ നമുക്ക് തുടങ്ങാം. യെസ്, അപ്പൊ അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വാർത്തകൾ. അത് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനി കൂടുതൽ റിപ്പോർട്ടുകളുണ്ട്, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പൊ കമന്റ് ബോക്സിൽ ആരൊക്കെ ഉണ്ട് നമുക്ക് നോക്കണ്ടേ? എല്ലാവരും ഹാജരാവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തിന്റെ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നലെ വൈകിട്ട് ടാഗോർ തിയേറ്ററിലുണ്ടായ ലഹരിക്കെതിരായ പ്രതിരോധം, അതിന്റെ പ്രതിജ്ഞ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പ്രജിൻ, ആ അമ്മമാരിങ്ങനെ ദീപം തെളിയിച്ചിട്ട് ഒരു ദീപത്തിൽ നിന്ന് മറ്റൊരു ദീപത്തിലേക്ക് ഇങ്ങനെ അത് പകരുമ്പോ എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അതല്ലേ. വല്ലാതെ ഇമോഷണൽ ആയിപ്പോയി അതൊക്കെ കണ്ടു നിന്നപ്പോൾ. മാത്രമല്ല ഈ പറയുന്നത് പോലെ ഈ ലഹരിയും ഒപ്പം മറ്റ് അക്രമ സംഭവങ്ങളും ഒക്കെ ഇല്ലാതാക്കിയ ജീവിതമാണ് അവരുടേത്. അവരാണ്, ആ അമ്മമാരാണ് ശരിക്കും ആ ദീപം കൊളുത്തി ഇങ്ങനൊരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറ, യുവതലമുറ വഴിതെറ്റി പോകരുത്. ഇനിയെങ്കിലും അഥവാ വഴിതെറ്റിയാൽ പോലും തിരിച്ചുവരവിനൊരു പാതയൊരുക്കുക. അത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ മോർണിംഗ് വാക്ക് നമ്മൾ നടന്നു തുടങ്ങുകയാണ്. വാർത്തകളിലേക്ക് നമ്മൾ പതിയെ കടക്കുന്നു. അക്രമത്തിനും ലഹരിക്കുമെതിരെ ജനകീയ പ്രതിരോധം തീർത്ത് SKN40. SKN40 ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി സംഘടിപ്പിച്ച ബഹുജന റാലി യുവജന പങ്കാളിത്തം കൊണ്ടാണ് ശ്രദ്ധേയമായത്. തിരുവനന്തപുരം കവടിയാറിൽ നിന്ന് ഉദ്ഘാടന വേദിയായ ടാഗോർ തിയേറ്ററിലേക്ക് നടന്ന വാഹന റാലിയിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി നിരവധി പേർ അണിനിരന്നു. റാലിയിലെ യുവജന പങ്കാളിത്തം പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് ചീഫ് എഡിറ്റർ RC കണ്ഠൻ നായർ പറയുകയും ചെയ്തു.
മാധ്യമ മേഖലയിൽ 4 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കെതിരെ നടത്തുന്ന SKN40 ജനകീയ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായാണ് ബഹുജന റാലി നടന്നത്. 5 മണിയോടെ കവടിയാറിൽ നിന്ന് ഉദ്ഘാടന വേദിയായ ടാഗോർ തിയേറ്ററിലേക്ക് പുറപ്പെട്ട റാലിയിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ അണിനിരന്നു. റൈഡേഴ്സ് ക്ലബ്, ജീപ്പേഴ്സ് ക്ലബ്, വിന്റേജ് ക്ലബ്, സ്കേറ്റേഴ്സ് ക്ലബ്, വനിതാ റൈഡർമാരുടെ സംഘം എന്നിവർ റാലിയിൽ അണിനിരന്നു. പൊളിക്കണം. നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് നേരെയാക്കണം. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഈ ലഹരി കൊണ്ട് കിടന്ന് കുട്ടികളെ ചീത്തയാക്കുന്നവരെ നമുക്ക് ലെവലാക്കണം. മക്കളെ കലക്കുവോ നമ്മള് പൊളിക്കുവോ? അപ്പൊ ഏത് ക്ലാസ്സിലേക്കാ പഠിക്കുന്നത് നിങ്ങളൊക്കെ? ഏത് ക്ലാസ്സിലാ? എല്ലാം കഴിച്ചോ? എല്ലാരും കൂടെ നമ്മൾ ഇറങ്ങാൻ പോയില്ലേ? തുറന്ന ജീപ്പിലാണ് ഉദ്ഘാടന വേദിയിലേക്ക് SKN എത്തിയത്. യുവജന പങ്കാളിത്തം കൊണ്ട റാലി ശ്രദ്ധേയമായി. ആൾക്കാർ വളരെ ആവേശത്തോടെ പങ്കെടുക്കുന്നത്. ഇതെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ. കാര്യം നമ്മൾ ഉയർത്തുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ കേരളം, എന്റെ അഭിമാനം, അരുത് അക്രമം, അരുത് ലഹരി എന്നുള്ളതാണ്. കാര്യം ഈ ലഹരി വല്ലാതെ നമ്മുടെ സമൂഹത്തെ പിടിച്ചു മുറുക്കുന്നുണ്ട്. ആ ശ്വാസം മുട്ടലിൽ നിന്ന് നമ്മുടെ ജനങ്ങൾക്ക് രക്ഷപ്പെടണം. റാലിക്ക് അഭിവാദ്യവുമായി നിരവധി പേരെത്തി. ടാഗോർ തിയേറ്ററിലേക്ക് പ്രവേശിച്ച SKNനെ കരഘോഷത്തോടെയാണ് സദസ്സ് സ്വാഗതം ചെയ്തത്. തിരുവനന്തപുരം. യെസ്, അപ്പോൾ എന്തായാലും ലഹരി ആവുമ്പോൾ അതിൽ യുവാക്കളുടെ ഈ പങ്കാളിത്തം, ലഹരിക്കെതിരായൊരു പ്രവർത്തനത്തിൽ യുവാക്കൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ യുവാക്കളെയാണ്, യുവത്വത്തെയാണ് ലഹരി ഇങ്ങനെ കാർന്നു തിന്നുന്നത്. ലഹരിയുടെ ആ നീരാളിപ്പിടുത്തം അതിൽ നിന്ന് വിടുവിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അത് മാത്രമല്ല, ഈ പലപ്പോഴും നമ്മൾ പറ്റും നമ്മുടെ മക്കളോ അല്ലെങ്കിൽ അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ സ്കൂളിലെ സ്റ്റുഡൻസോ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നു എന്ന് കേട്ടാൽ അത് മറച്ചു വെക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. കാരണം സൊസൈറ്റി, സമൂഹം അവരെ ഒറ്റപ്പെടുത്തും എന്ന് കരുതിയിട്ടാണത്. പക്ഷെ സമൂഹം തീരുമാനിക്കണം, അങ്ങനെ ഒറ്റപ്പെടുത്തില്ല. ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പുറത്തു പറയട്ടെ. സ്വയം അവർ പറഞ്ഞാലും അവരെ മോശക്കാരായി കാണരുത്. അവരെ അതിൽ നിന്ന് കൈപിടിച്ച് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിംഗ് തുടരുന്നു. നമ്മുടെ തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ ക്രോസ് റോഡ് 8 മാവേലി നഗർ വഴി നമ്മളിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. SKN40 സംസ്ഥാന പര്യടനം ഇന്ന് തിരുവനന്തപുരത്താണ്. ശംഖുമുഖത്ത് നിന്നും മോർണിംഗ് ഷോയോട് കൂടി തിരുവനന്തപുരത്തെ യാത്ര തുടങ്ങും. KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിൽ പ്രമുഖർ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്കൊപ്പം ചേരും. മോർണിംഗ് ഷോയ്ക്ക് ശേഷം കോവളം, വിഴിഞ്ഞം മേഖലകളിൽ യാത്രയെത്തും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും സന്ദർശിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30 നെയ്യാറ്റിൻകര നിംസിലെത്തുമ്പോൾ പ്രത്യേക ലഹരി വിരുദ്ധ പരിപാടി യാത്രയുടെ ഭാഗമാകും. വൈകിട്ട് കളിയിക്കാവിളയിൽ നടക്കുന്ന നാട്ടുകൂട്ടം പ്രത്യേക പരിപാടിയിൽ കരമന കളിയിക്കാവിള റോഡ് വികസനം അസാധ്യമോ എന്ന വിഷയത്തിൽ ചർച്ചയുണ്ടാകും. രാത്രി 8:30 കാട്ടാക്കടയിൽ നിന്നുള്ള പ്രൈം ടൈം വിത്ത് SKN ഷോയോടുകൂടി യാത്രയുടെ ആദ്യ ദിവസം സമാപിക്കും. യെസ്, അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് ഇന്നത്തെ യാത്ര എത്തുക അത് നമ്മൾ നേരത്തെ എല്ലാ ദിവസവും അറിയിക്കുകയും ചെയ്യും. ഈ പറയുന്ന 14 ജില്ലകളിൽ നമ്മുടെ യാത്ര വരുമ്പോൾ എന്താണ് പരിപാടി, എവിടെയാണ് ഉണ്ടാവുക, എവിടേക്ക് യാത്ര എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരുക്കങ്ങൾ എന്താണ്, ക്രമീകരണങ്ങൾ എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാം. സുജിത് സുരേന്ദ്രൻ അവിടെ തയ്യാറായി നിൽക്കുന്നു തിരുവനന്തപുരത്ത്. സുജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ SKN40 യാത്രയുടെ തുടക്കം ഇന്ന് തലസ്ഥാന നഗരിയിലാണ്. അപ്പോൾ ഏതൊക്കെ മേഖലകളാണ് ഇന്ന് കവർ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അത് എങ്ങനെയാണ് ഡബിൾ ഡെക്കർ ബസ്സിലേക്ക് കയറിയിട്ടാണ് പോകുന്നതെന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോവും, അതിൽ ആരൊക്കെയാണ് ഗസ്റ്റുകളായി എത്തുക, അതിലൊക്കെ അറിയാനൊരു ആകാംക്ഷയുണ്ട്. സുജിത്ത്. പ്രജിൻ സ്മിത, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ SKNന്റെ ലഹരി വിരുദ്ധ ജനകീയ യാത്ര അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നലെ ടാഗോർ തിയേറ്ററിൽ നമ്മൾ കണ്ട ആ വലിയ ജനാവലി. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. പല നാടുകളിൽ നിന്നെത്തിയ അമ്മമാർ അതിൻ്റെ ഭാഗമായി. ഒപ്പം തന്നെ നമ്മുടെ വിവിധ മേഖലകളിലുള്ള യുവാക്കളുടെ പ്രാധാന്യം, അതിനെ വലിയ
സമ്പുഷ്ടമാക്കി. ഇന്ന് വീണ്ടും യാത്ര ആരംഭിക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ പര്യടനം ആരംഭിക്കും. രാവിലെ പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ മോർണിംഗ് ഷോയോട് കൂടിയാകും യാത്ര ആരംഭിക്കുക. KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിലാണ് SKN ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇന്ന് പ്രധാനമായും ഇന്ന് തീരദേശ മേഖലയിലാകും യാത്ര ഈ പര്യടനം നടത്തുക. ഇന്നത്തെ ജനകീയ യാത്ര പര്യടനം നടത്തുക. രാവിലെ ഈ പ്രജിൻ ചോദിച്ചതുപോലെ ഈ ഡബിൾ ഡെക്കർ ബസ്സിലേക്ക് രാവിലെ പ്രമുഖരായ നിരവധി ആളുകൾ, മന്ത്രിമാർ, അതുപോലെ തന്നെ MLA മാർ, മറ്റ് സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, പ്രമുഖരായ IAS ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആളുകളാകും ഇന്ന് ഈ യാത്രയിൽ ഡബിൾ ഡെക്കർ ബസ്സിൽ SKNനോടൊപ്പം ചേരുക. അവരൊക്കെ തന്നെ ഇത്തരം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ അവർക്ക് സംഭാവന ചെയ്യാൻ കഴിയും, ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ കഴിയും, ഇതൊക്കെ തന്നെ അവരുടെയൊക്കെ ആശയങ്ങളും മറ്റും ഈ SKNുമായി പങ്കുവയ്ക്കും. അതിനുശേഷം ഇന്ന് വിഴിഞ്ഞം അതുപോലെ തന്നെ കോവളം മേഖലകളിലേക്കാകും ആദ്യം യാത്ര എത്തുന്നത്. അതിനുശേഷമായിരിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശിക്കുക. തിരുവനന്തപുരം പിന്നിട്ട് ഉച്ചയ്ക്ക് 2:30 ഉച്ചയ്ക്ക് ശേഷമാകും നെയ്യാറ്റിൻകരയിലേക്ക് എത്തുക. നെയ്യാറ്റിൻകര നിംസിലേക്ക് എത്തുമ്പോഴാകും അവിടെ ഒരു പ്രത്യേക ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ SKN സംസാരിക്കും. അതിൽ വിവിധങ്ങളായ അവിടെയുള്ളവരുടെയൊക്കെ ആശയങ്ങളൊക്കെ തന്നെ സമ്പാദിക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് കളിക്കവിളയിൽ ഒരു പ്രത്യേക നാട്ടുകൂട്ടം, നമുക്കറിയാം നാട്ടുകൂട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ആളുകളുമായി, നാട്ടുകാരുമായി, അവിടുത്തെ ഗ്രാമീണരുമായും അവിടുത്തെ നാനാ മേഖലകളിലുള്ള ആളുകളുമായി അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ SKNനോട് പങ്കുവയ്ക്കാനുണ്ട്. യൂട്യൂബിൽ നമുക്കറിയാം ഈ നമ്മുടെ വാർത്തയിൽ മോർണിംഗ് ഷോയിൽ അവരൊക്കെ തന്നെ പല ആളുകളും അവരുടെ കമൻസുകളിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും. ഇത്തരം ആളുകളെയൊക്കെ തന്നെ നേരിൽ കണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ, ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ശേഖരിക്കും. അത് കഴിഞ്ഞാകും അവിടെ ഈ കളിക്കവിള കരമന റോഡിൻ്റെ വികസനം അസാധ്യമോ എന്ന വിഷയത്തിലൊരു ചർച്ചയും സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ കൂടി ഈ SKNന്റെ ജനകീയ യാത്ര ഏറ്റെടുക്കുകയാണ്. രാത്രി 8:30 കാട്ടാക്കടയിൽ നിന്നുള്ള പ്രൈം ടൈം വിത്ത് SKNനോട് കൂടിയാകും ഇന്നത്തെ ആദ്യ ദിവസത്തെ ഈ പര്യടനം അവസാനിക്കുക. അതിനുശേഷം നാളെയും തിരുവനന്തപുരത്തെ പര്യടനം ഉണ്ടാകും. എന്തായാലും SKNന്റെ ഈ യാത്ര ജനങ്ങൾ ഏറ്റെടുത്തു. ജനകീയ യാത്രയായി തന്നെ അക്ഷരാർത്ഥത്തിൽ ഇത് മാറിയിരിക്കുന്നു. ലഹരിക്കെതിരെയുള്ള സമൂഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം തന്നെയാകും ഈ SKNന്റെ യാത്ര എന്നതിൽ ഒരു സംശയവുമില്ല. പ്രജിൻ, സ്മിത. അതെ, നമ്മുടെ ഈ കോസിനോടൊപ്പം തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കും വലിയ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നുണ്ട്. കാരണം ലഹരി വേണ്ട, അത് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കേരള സമൂഹം. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ എതിർക്കുക, ചെറുക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് എന്തെല്ലാമാണ് പരിപാടികൾ എന്നുള്ള കാര്യത്തിൽ പ്രേക്ഷകർക്ക് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിപ്പോർട്ടിൽ സുജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് എങ്ങനെയാണ് ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും വരും ദിവസങ്ങളിലൊക്കെ യാത്രയുടെ ഒരു രീതി ഉണ്ടാവുക. അതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മളൊരു മാതൃക മുന്നോട്ട് വെക്കുകയാണ്. കാരണം അധികാരികൾ മാത്രമല്ല, ഈ സർക്കാരിനും പോലീസിനും എക്സൈസിനും മാത്രമല്ല ഇതിൽ ഇടപെടാൻ കഴിയുക. നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയണം. അത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇന്നലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഏറ്റവും അവസാനം ആശംസകൾ നേരുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറയുകയായിരുന്നു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ ആ റിപ്പോർട്ട് എനിക്കും തരണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. കണ്ടെത്തുന്ന കാര്യങ്ങളെല്ലാം അതെന്താ അറിയോ പ്രജിൻ, കമന്റ് ബോക്സിൽ ചിലർ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ഇത് എടുത്തിട്ട് എന്താ കാര്യം, ഗവൺമെന്റിന്റെ ഇടപെടലില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. ഇടപെടലുണ്ടാകും, ഉറപ്പല്ലേ. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഗവൺമെന്റും തീർച്ചയായിട്ടും, കാരണം സർക്കാരിന്റെ ഒരു ഏറ്റവും പ്രാഥമിക പരമപ്രധാനമായ ലക്ഷ്യമാണ് ഇപ്പോൾ. അതെ, കൂടുതൽ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, ആ വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. അത് ഇന്നലെ മുഖ്യമന്ത്രിയും ആവശ്യപ്പെടുകയും ചെയ്തു. നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, എന്നെ അറിയിക്കൂ എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം അല്ലെ. SKN40 യാത്രയുടെ ഭാഗമായി ലഹരിക്കെതിരെ പ്രേക്ഷകർ പ്രതിജ്ഞ ചൊല്ലി. ഉദ്ഘാടന വേദിയിൽ നിന്ന് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ കേരളത്തിലെമ്പാടുമുള്ള 24ന്റെ പ്രേക്ഷകർ ഏറ്റുചൊല്ലി. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ
ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. യെസ്, അപ്പൊ അതാണ്. അപ്പൊ പ്രേക്ഷകരും ഇതിന്റെ യാത്രയുടെ ഭാഗമാണെന്ന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ വളരെ പെട്ടെന്ന് 3 കമന്റ്സ് വായിക്കാട്ടോ. എബ്രഹാം തോമസ്, ഹൈ പ്രജിൻ, സുസ്മിതം, ഗുഡ് മോർണിംഗ്. SKN പ്രോഗ്രാം SKN40 സൂപ്പർ ആണ് എന്ന് പറയുന്നു. SKN40 ജനകീയ യാത്രയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഹസീന ഷാജി, കെ ശിവദാസ്, സർക്കാരും ലഹരിക്കെതിരെയാണ്, ഇപ്പോൾ കൂടുതൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. രാജേഷ്, ഗുഡ് മോർണിംഗ് പ്രജിൻ, സ്മിത. അങ്ങനെ കുറെ പേര് നമ്മുടെ ലഹരിക്കെതിരെയുള്ള കേരള യാത്രയ്ക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും. ഗുഡ് മോർണിംഗ്, മതി ഇനി കമന്റ് വായിക്കുന്ന തോമസ് മാത്യു പറഞ്ഞുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഇത്ര വായിച്ചത്. കമന്റിലേക്ക് വരും. നമ്മുടെ നമുക്ക് ഊർജ്ജം കുറവാണെന്ന് ചിലർ പറയുന്നുണ്ട്. കുറച്ചും കൂടി വർദ്ധിത വീര്യത്തോടെ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പട്ടി കുരയ്ക്കുന്നുണ്ട്. ഇല്ല, അത് ഇങ്ങോട്ടില്ല. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. LDF സർക്കാരിന് 3-ാം ഊഴം ഉറപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 24-നോട് വ്യക്തമാക്കി. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ ഇതാദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് പരസ്യമാക്കുന്നതും നമ്മൾ ഇന്നലെ കണ്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയും ഗവർണറുടെ സമീപനത്തെക്കുറിച്ചും മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു. പിണറായിക്കൊപ്പം SKN എന്ന പരിപാടി എന്ന അഭിമുഖത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണങ്ങളെല്ലാം. നമ്മളൊരു 3-ാം ഊഴം ചർച്ച ചെയ്യുന്നൊരു സമയമാണല്ലോ ഇത്. പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം പിണറായി സർക്കാർ ആയിരിക്കുമോ ഇനി വരാൻ? 3-ാം ഊഴം വ്യക്തി എന്ന നിലക്ക് കാണേണ്ടതല്ല. നമ്മുടെ LDFന്റെ 3-ാം ഊഴം ഉറപ്പാണ്. പിണറായി സർക്കാർ എന്ന് പറയാൻ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊക്കെ പല തീരുമാനങ്ങൾ വരേണ്ട കാര്യമാണ്. പിണറായിക്കൊപ്പം SKN എന്ന പ്രത്യേക അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി 3-ാം ഊഴത്തെക്കുറിച്ച് പരാമർശം നടത്തിയത്. 35 ദിവസം പിന്നിട്ട ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ ഇതാദ്യമായി മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതിൽ LDF ഗവൺമെൻറ് അഭിമാനപൂർവ്വം പറയാൻ പറ്റും നല്ല നടപടികളാണ് എടുത്തിട്ടുള്ളത്. ചില സാമ്പത്തിക പ്രയാസങ്ങൾ വന്നപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കുടിശ്ശികയായിട്ടുണ്ടാകും. ആ കുടിശ്ശിക തീർത്തും ബാധ്യത ഗവൺമെൻറ്റുണ്ട്. ആ ബാധ്യത പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടത്. ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച സൗഹൃദ ചർച്ചയായിരുന്നു. ഗവർണർ മാന്യമായ നിലപാട് സ്വീകരിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ സ്വീകരിച്ച സമീപനം ഒരു നിവേദനം കൊടുക്കലായിരുന്നില്ല. അത് അവരുമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. അതിനകത്ത് പൊതുവായ കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും പറഞ്ഞു. അങ്ങനെ ഒരു പരസ്പര സൗഹൃദ ചർച്ചയാണ് നടന്നത്. അതാണ് ഞാനതിലുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. സംസ്ഥാനം എൻ്റെ സംസ്ഥാനമാണിപ്പോൾ. ആ സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കൂടെ നിൽക്കും, എവിടെ വേണമെങ്കിലും ഞാൻ വരുമെന്ന നിലപാടാണ് ഗവർണർക്കുള്ളത്. അത് തീർത്തും സ്വാഗതാർഹമായ കാര്യമാണല്ലോ. സംസ്ഥാന ഖജനാവിന്റെ ആരോഗ്യം പൊതുവെ നല്ലതാണ്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ അതിശയകരമായ വർധനയുണ്ട്. വായ്പാ പരിധിയിലെ ബുദ്ധിമുട്ട് ഒഴിവാകുകയും കേന്ദ്രവിഹിതം ലഭിക്കുകയും ചെയ്താൽ പ്രതിസന്ധി ഇല്ലാതാകും. നവംബർ 1-ന് കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. അപ്പൊ എന്തായാലും പിണറായിക്കൊപ്പം SKN എന്ന അഭിമുഖ പരിപാടിയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ സാധാരണക്കാരായ ജനങ്ങളും നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളൊക്കെ ഇന്നലെ SKN ചോദിക്കുന്നത് കണ്ടു. അതുപോലെ ഒട്ടും ഈ ഒരു സാധാരണ ഇന്റർവ്യൂവിൽ കാണുന്ന ഗൗരവ സ്വഭാവം, ഗൗരവമുണ്ട് എന്നാൽ ഗൗരവമില്ല, ആ രീതിയിൽ അല്ലെ, ഫോർമലി ഇൻഫോർമൽ എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു. രസമുണ്ട്. അതെ, അത്തരം ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മുഖ്യമന്ത്രിയെ മന്ത്രിമാർക്ക് പേടിയുണ്ടോ? ഒരു ചോദ്യമാണ്. ഭരണത്തിൽ കുടുംബം ഇടപെടുമോ? അങ്ങനെ സാധാരണക്കാരന് മുഖ്യമന്ത്രിയെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആ ചോദ്യങ്ങൾക്ക് പിണറായിക്കൊപ്പം SKNൽ മുഖ്യമന്ത്രി നൽകിയ മറുപടികളിലേക്കാണ് ഇനി പോകുന്നത്. SKN40 യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രത്യേക അഭിമുഖം. ഗൗരവ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് മനസ്സു തുറന്ന് മുഖ്യമന്ത്രി. മന്ത്രിമാർക്കൊക്കെ അങ്ങ് ഒരു പേടിച്ചു മാറി നിൽക്കുന്ന അവസ്ഥ ചിലതെങ്കിലും അങ്ങനെയുണ്ടോ? LDF എന്നത് പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിർത്തി പോകുന്ന ഒരു സംവിധാനമാണ്. പൊതുവെ വിലയിരുത്തപ്പെടാറുള്ള പരുക്കൻ സ്വഭാവത്തെക്കുറിച്ച് കൗതുകമുള്ള ഉത്തരം. ഞാൻ കാണുന്നത് ഗുണത്തിനാണ് വന്ന് ഭവിച്ചിട്ടുള്ളതെന്നാണ്. അതായത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ സമീപിക്കാൻ ആൾ തയ്യാറാവില്ല. നിങ്ങൾ ചാർത്തിത്തതൊരു സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ അതെടുക്കുമെന്നുള്ള സംശയം അത്തരം ആളുകൾക്ക് വരും. കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരോട് മുഖ്യമന്ത്രിക്ക് എന്താണ് സമീപനം? മനസ്സിൽ ശത്രുതയുണ്ടോ? വിമർശിക്കുന്നവരെ ശത്രുക്കളായിട്ട് ഞാൻ കാണാറില്ല. വിമർശിക്കുന്നവർക്ക് ചിലപ്പോൾ മറുപടി ശക്തമായി പറഞ്ഞെന്ന് വരും. വിമർശനങ്ങൾ കടുക്കുമ്പോൾ ഉറക്കം കിട്ടുമോ എന്ന് SKN.
മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ശ്രമിച്ച കാലത്തും നന്നായി ഉറങ്ങിയെന്ന് മുഖ്യമന്ത്രി. അങ്ങേക്ക് നല്ലതുപോലെ ഉറക്കം കിട്ടുന്ന സമയമാണോ ഇതിപ്പോൾ? എനിക്ക് എല്ലാ ഘട്ടത്തിലും നല്ല ഉറക്കം കിട്ടാറുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഈ വളരെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന കാലത്തും ഞാൻ ശാന്തമായി ഉറങ്ങുമായിരുന്നു. ഞങ്ങൾക്കായിരുന്നു ഉറക്കം പോകുന്നത്. ശരിക്കും ഭരണത്തിൽ കുടുംബത്തിന്റെ സ്വാധീനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പൊതുജീവിതവും കുടുംബവും രണ്ടാണെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രി നല്ല കുടുംബസ്ഥനാണോ? കുടുംബത്തിലെത്തിയാൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, അപ്പോഴും ഇന്നത്തെ നിലയിൽ പൊതുവായ കാര്യങ്ങൾ കുറേ നോക്കാനുണ്ടാവും. ശരിക്കുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പുകവലിയെക്കുറിച്ചുള്ള സ്വന്തം അനുഭവവും മുഖ്യമന്ത്രി 24-നോട് തുറന്നു പറഞ്ഞു. നല്ലോണം പുകവലിക്കും. ചാർമിനാറായിരുന്നു എൻ്റെ ബ്രാൻഡ്. അതെന്നാ നിർത്തിയത്? അത് എനിക്ക് ശരിക്കും ബോധം വന്നതിന് ശേഷം നിർത്തി. ബോധം വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. സിനിമ കാണുന്നത് ഇഷ്ടമെങ്കിലും ഇപ്പോൾ സമയം കിട്ടാറില്ല. ഇഷ്ടഭക്ഷണം സമയമെടുത്ത് കഴിക്കുന്നതാണ് രീതി. പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടണമെന്നതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ആത്മവിശ്വാസം കൈവിടാൻ പാടില്ല. അതിൻ്റെ ഭാഗമായുള്ള കരുത്ത് ഓരോ ആൾക്കും ഉണ്ടാവണം. അത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 24 തിരുവനന്തപുരം. ഓരോ മറുപടികളും വളരെ കൃത്യമാണ് അല്ലെ. ചിരിച്ചുകൊണ്ടാ പറയുന്നത്. അത് മാത്രമല്ല, ആലോചിച്ചൊന്നുമില്ല, അപ്പൊ തന്നെ പറയുന്നത്. അത് കുടുംബത്തിന് പ്രാധാന്യമുണ്ട് അവിടെ ചെല്ലുമ്പോൾ. അത് അപ്പൊ ഒരു റോൾ പ്ലേ എന്ന് പറയുന്നത്. എങ്കിലും ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് സമയം കിട്ടാറില്ല എന്നും അദ്ദേഹം പറയുന്നു. എല്ലാം ഉറക്കം നന്നായി കിട്ടും. എത്ര വിമർശനങ്ങൾ നിൽക്കുമ്പോഴും നന്നായി ഉറങ്ങാറുണ്ടെന്ന് നല്ലൊരു പറയുന്നു. ഇപ്പൊ നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ചു, സർക്കാരുമുണ്ട് ലഹരിക്കെതിരെ ഉള്ള പരിപാടികളിൽ എന്നൊക്കെ പദ്ധതികൾ. അപ്പൊ അതിനെക്കുറിച്ചും മുഖ്യമന്ത്രി വളരെ വ്യക്തമായി അഭിമുഖത്തിൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കാം. ലഹരിക്കെതിരായ നടപടികൾ 24-ലൂടെ വിശദീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഹരിയെ തടയാൻ വിപുലമായ കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും ഓരോ ആഴ്ചയും വാർത്താ സമ്മേളനം വിളിച്ച് ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞു. ലഹരി തടയാൻ അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും. ലഹരിക്കെതിരെ സമൂഹത്തിന്റെ ജാഗ്രത ഉയർന്നു വരണമെന്നും പിണറായിക്കൊപ്പം SKN എന്ന അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. അരുതക്രമം അരുത് ലഹരി എന്ന മുഖ്യ സന്ദേശവുമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയ യാത്രയ്ക്ക് മുന്നോടിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അഭിമുഖം. അങ്ങ് ഈ തലശ്ശേരി കലാപത്തിൽ നേരിട്ടിറങ്ങിയതുപോലെ മുഖ്യമന്ത്രിയുടെ ഫുൾ വീര്യം സമൂഹത്തിലേക്ക് അങ്ങ് നേരിട്ടിറക്കാൻ സമയമായി നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നു. അങ്ങയുടെ നിർദ്ദേശം പോലീസുകാർ കിട്ടിയിട്ടുണ്ട്. പോലീസുകാർ വളരെ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധന റെയ്ഡ് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങ് ഈ സമൂഹത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഒരു നിശ്ചിത സമയം ഇട്ട്, ഒരു 90 ദിവസമോ 150 ദിവസമോ ഇട്ടിട്ട് ഇതിന് തടയിടും എന്ന് അങ്ങ് നേരിട്ട് ഇടപെട്ട് പറയുന്ന ഒരു സമയമാണ് എന്നെപ്പോലുള്ള ആൾക്കാർ സ്വപ്നം. കാരണം അങ്ങേക്ക് ഇത് പറ്റും. ലഹരി തടയാൻ വിപുലമായ കർമ്മ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്നത്. ഇക്കാര്യങ്ങൾ 24-ലൂടെ മുഖ്യമന്ത്രി വിശദീകരിച്ചു. സമൂഹത്തെ ബാധിച്ച ഏറ്റവും വലിയ രോഗം എന്നാണ് ലഹരി വ്യാപനത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തെ തടയാൻ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് മുഖ്യമന്ത്രി. ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും പ്രഖ്യാപനം. അധ്യാപകർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ അധ്യാപകരിൽ സ്വയം സന്നദ്ധരാകുന്ന അധ്യാപകർ, അവരിൽ ഒരു സെറ്റിനെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം കൊടുക്കണം. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനം തന്നെ, ആവശ്യമായ പരിശീലനം ഇതുമായി ബന്ധപ്പെട്ട് നൽകി. പ്രാഥമിക പരിശോധന അവർ നടത്തട്ടെ. പ്രാഥമികമായ ഇടപെടൽ നടത്താൻ കഴിയുന്നവർ അവരാണല്ലോ. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥ മാഫിയ പ്രവർത്തിക്കുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ മതമോ രാഷ്ട്രീയമോ കൂട്ടിച്ചേർക്കേണ്ടതില്ല. ആ തരത്തിലുള്ള പ്രചാരണ രീതിയിലേക്ക് പോകരുതെന്നും മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ ഇതിന് മറ്റ് നിറങ്ങളൊന്നും ചാർത്താൻ പാടില്ല. ഇതിന് മതമോ ജാതിയോ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിറം കൊടുക്കേണ്ടതായിട്ടേ ഇല്ല. ലഹരിക്കെതിരെ ജനങ്ങളാകെ ഇറങ്ങണമെന്നും സമൂഹത്തിന്റെ ജാഗ്രത ഉയർന്നുവരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് കാലത്തേത് എന്ന പോലെ ബോധവൽക്കരണത്തിലേക്ക് ഇറങ്ങേണ്ട കാലഘട്ടമാണിത്. ഓരോ ആഴ്ചയും വാർത്താസമ്മേളനം വിളിച്ച് ജനങ്ങളോട് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് പ്രധാനം. പല നടപടികൾ സ്വീകരിക്കും. ഓരോ ആഴ്ചയും എന്താണ് സംഭവിക്കുന്നത് എന്നത് ജനങ്ങളെടുത്ത് തുറന്നു പറയണമെന്നാണ്. ആ കാര്യവും നിർവഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ അതിവിപുലമായ പ്രചാരണം നടത്തുന്ന 24-ലൂടെയാണ് സർക്കാർ നടപടികൾ മുഖ്യമന്ത്രി വിശദീകരിച്ചത്. 24 തിരുവനന്തപുരം. അപ്പൊ എല്ലാ മേഖലകളിൽ നിന്നും ഉണർന്നു തന്നെ വരിക, അങ്ങനെ ലഹരിയെ പൂട്ടുക എന്നാണ് ലക്ഷ്യം, അല്ലേ? നമുക്കൊന്നിച്ച് നിൽക്കാം. യെസ്.